ഹായ് ഹലോ. ഇന്ന് ഒരു വലിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റേക്കേഷന് പോവാണ്. വേറെ ആരുമല്ല, ഞാനും അജേട്ടനും പിന്നെ എൻ്റെ ഫാമിലിയും, എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും. സോ നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് വയനാട് ചുരം കയറി ഈ മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ ഹെയർ പിൻ അറിയില്ല, ഇവിടെയാണ് കുറേ നമ്മളെ ഈ കാടമുട്ട ഫ്രൈ കിട്ടുന്ന ഒരു ഏരിയ. സോ അവിടെ നിർത്തി അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈമാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അപ്പോൾ അമ്മ കുറച്ച് ജ്യൂസൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആൾക്കൊക്കെ കൊടുത്തു. സോ നമ്മൾ അവിടുന്ന് ആ ചേട്ടൻ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവിടെയുള്ള ബാക്കിയുള്ള ചേട്ടന്മാരെ മറ്റേ ചേട്ടനെ കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ച് ടോപ്പിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുള്ളി ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് മുതലേ ഞാൻ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിലുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, ഒരു ഏജ് എത്തിയപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഏൺ ചെയ്ത് ഒരു വണ്ടി വാങ്ങി അതിൽ പഠിച്ചതും. ഇതല്ല കേട്ടോ എൻ്റെ ഫസ്റ്റ് വണ്ടി, ആക്ച്വലി വാഗനറാണ്. അത് കൊടുത്തിട്ട് അത് 1 ഇയർ ആകുമ്പോഴേക്കൊക്കെ പഠിച്ച് തയമ്പിച്ചിട്ടാണ് ഞാൻ ഗ്ലാൻസ് എടുത്തത്. സോ ഇതെൻ്റെ ഫ്രഷ് വണ്ടിയാണ്. അങ്ങനെ വയനാട് ചുരം ഞാൻ ചുഴറ്റി കയറ്റി. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അതെ, ഈ വയനാട് ചുരം ഒരു വികാരമാണ്. അങ്ങനെ ഞാൻ എൻ്റെ തള്ളും എല്ലാം കേട്ട് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ആയി വിചാരിക്കുന്നു അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട്, എൻ്റെ ഫാമിലീനെ കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് അടിക്കാം, റിസോർട്ടിലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കാമായിട്ടിരിക്കാം എന്നൊക്കെ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് സാധിച്ചു. പിന്നെ വയനാട്ടിൽ തൊട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ഈ ഗാന്ധിഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ചിലത് എന്താ പറയുക കുറച്ചും കൂടെ വേർത്താണ്, ചിലത് നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. അങ്ങനെ പല ഷോപ്സും ഉണ്ട്, ഗാന്ധിഗ്രാമവും ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കണ്ട് നിർത്തി അവിടുന്ന് അമ്മയ്ക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അമ്മ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടില്ലേ, അമ്മ ഭയങ്കര ചില്ലാണ്. പിന്നെ അമ്മയ്ക്ക് ആ ഹെഡ് മസാജറൊക്കെ കൊടുത്തിട്ട് അമ്മേനെ ഇക്കിളിയാക്കി. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ചേട്ടൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഒരു 10 ഒക്കെ ആകുമ്പോഴേ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് 8 മണിയൊക്കെ ആകുമ്പോഴേ ഇറങ്ങി. ആൻഡ് ചേച്ചി ഹസ്ബൻഡ് അവർ ആക്ച്വലി കണ്ണൂരാണ്. അപ്പോൾ അവിടുന്ന് അവർക്ക് മൈസൂർ റൂട്ടിന് വരുന്നതാണ് എളുപ്പം. അപ്പം അവർ ആ റൂട്ടാണ് വരുന്നത്. സിപ്പ് ലൈൻ കണ്ടപ്പോൾ അച്ഛനോട് കയറണോ ചോദിച്ചപ്പോൾ അച്ഛൻ ഒരു മടിയും കൂടാതെ പിന്നെ എന്താ കയറിയാലോ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛന് ഈ അഡ്വഞ്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അത് തന്നെയാണ് കാണേണ്ടത്. എൻ്റെ അച്ഛനമ്മ സന്തോഷിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ടച്ച് വുഡ് എൻ്റെ ഹസ്ബൻഡിന് ഓൾസോ. സോ അച്ഛൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് അച്ഛൻ എപ്പോഴും, ഞാൻ ചെറുപ്പത്തിൽ കാണുന്നത് മുതലേ എൻ്റെ അച്ഛൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. അച്ഛന് അതിനുള്ള ടൈം അച്ഛൻ മാറ്റി വയ്ക്കാറില്ല എന്നാണ് അതിനൊരർത്ഥം. ബിക്കോസ് അച്ഛൻ്റെ ഫാമിലി, അച്ഛൻ്റെ ബിസിനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര കണ്ണ് നിറയുന്ന ഒരു സന്ദർഭമാണ്. കാരണം അത് ഞാൻ എത്രയോ കാലം മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സത്യം പറയുകയാണെങ്കിൽ ഏട്ടൻ വന്നതിന് ശേഷമാണ് എനിക്ക് സാധിക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതും മുതൽ. ഓക്കെ, അപ്പോൾ അച്ഛൻ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഹാങ് ഓവറിലാണ്. നമ്മൾ ജസ്റ്റ് അവിടെയുള്ള കുറേ ടീ പ്ലാന്റേഷനിലൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഭയങ്കര മഴയാണ് കേട്ടോ. ആക്ച്വലി 1 വീക്ക് മുന്നേ പോയ വീഡിയോ ആണ്. ഭയങ്കര ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് കാലാവസ്ഥ മാറി. ഉച്ച വരെ നല്ല വെയിലായിരുന്നു. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയായിരുന്നു. പിന്നെ നമ്മൾ ലക്കിടിയിലാണ് റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നത്. ലക്കിടി വില്ലേജ് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പക്ഷേ ഏറെക്കുറെ മഴയായിരുന്നു. മഴ മാത്രമല്ല, മഴയുടെ കൂടെയും അവിടെ അട്ടയുടെ ശല്യം ഉണ്ടായിരുന്നു. മഴ പെയ്താലായിരിക്കുമല്ലോ നമുക്ക് അട്ടയുടെ ശല്യം ഉണ്ടാവുക. ശല്യം എന്ന് പറയില്ല, പക്ഷേ എന്നാലും എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ. ശല്യം ഇൻ ദ സെൻസ് അത് എനിക്ക് ഭയങ്കര പേടിയാണ്. സോ
അപ്പോഴേക്കും അവരെത്തി, റിസോർട്ടിലേക്ക് ഡയറക്റ്റായിട്ട് അവർ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ഉച്ചയ്ക്കൊക്കെ കുറേ റെസ്റ്റ് ചെയ്തു. പിന്നെ വൈകിട്ട് ടീ വാങ്ങാൻ പോയി. ദെൻ നമ്മളല്ല, ചേട്ടൻ ആക്ച്വലി ചെറിയൊരു തയ്യാറെടുപ്പിലാണ്. ആൾക്ക് ട്രിപ്പ് പോവുകയാണെങ്കിൽ പുറത്തുനിന്ന് ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ വൈകിട്ട് ചിക്കനൊക്കെ കൊണ്ട് വാങ്ങി ഞാൻ ക്ലീൻ ചെയ്തു, മസാലയൊക്കെ തേച്ച് കൊടുത്തു. ദെൻ ചേട്ടൻ എന്ത് ചെയ്തു, കുറേ ചാർക്കോളൊക്കെ വാങ്ങിയിട്ട് ഗ്രില്ല് ചെയ്യേണ്ട തയ്യാറെടുപ്പിലാണ്. ചേച്ചിയുണ്ട്, ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും, നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ വരെ വന്നു, നല്ല തണുപ്പായിട്ടുള്ള കാലാവസ്ഥ. സോ അപ്പോൾ നമ്മൾ സ്വന്തം കുക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ വേർത്താണ് ആക്ച്വലി. അവിടെ അത്യാവശ്യം ഞാനവിടെ കിടന്ന് ഊതുന്നുണ്ട്, എന്നെ കുറേ ട്രോൾ ചെയ്യുന്നുണ്ട്. കാവ്യക്ക് ഊതാനൊന്നും അറിയില്ല, ഗ്യാസ് അടുപ്പ് കത്തിക്കാനേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം കൂടെ വേണം. വെറുതെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പോലെ സ്റ്റേക്കേഷനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ഫുഡ് ഉണ്ടാക്കി, ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം, നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി നമ്മൾ റിസോർട്ടിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അവർ തന്നെ ചെറിയൊരു ഗ്രേവി തന്നു. ആൻഡ് ചിക്കൻ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ഗ്രില്ലായിട്ട്. അപ്പം എല്ലാം സെറ്റായി. കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ, കാണുന്ന പോലെയല്ല, ടേസ്റ്റ് ഓൾസോ സൂപ്പർ. ആൾക്ക് അങ്ങനത്തെ ചില കഴിവുകളുള്ളത് കൊണ്ട് എനിക്കും കുറേയൊക്കെ ലക്കാണ് ഈ വീഡിയോയിൽ എല്ലാവരും പറയുന്ന പോലെ. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഓൾസോ യൂട്യൂബിലും. അതിലുള്ള ഫുൾ കമൻറ്റ് തന്നെയായിരുന്നു, കാവ്യ ഭയങ്കര ലക്കിയാണ്, യു ആർ സോ ലക്കി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ 3 പൂച്ചക്കുട്ടന്മാരുണ്ട് കേട്ടോ. അത് അപ്പോൾ എന്താ പറയുക, ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ ഷെഫ് അജീഷേട്ടനാണ്. ഓക്കെ, അപ്പോൾ കൂടെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് നിഖിലേട്ടനാണുള്ളത്. ദെൻ ചേച്ചിയും. അടുത്ത ട്രിപ്പാണ് ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചിങ്ങനെ ചുറ്റിക്കറങ്ങി. ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പം അച്ഛനും അമ്മയ്ക്കും അളിയനും ചേച്ചിക്ക് ഓൾസോ ഭയങ്കര ഇഷ്ടമായി. മരുമകൻ്റെ കുക്കിങ്ങൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ലച്ചു എങ്ങനെയുണ്ടായിരുന്നു ലച്ചു റിസോർട്ടൊക്കെ? അടിപൊളിയാണ്, എല്ലാം ഇഷ്ടപ്പെട്ടോ? പിറ്റേ ദിവസം ഇതേപോലെ ആള് ഭയങ്കര വികൃതിയാണ് കേട്ടോ, ഭയങ്കര കുറുമ്പനാണ്. പക്ഷേ എന്താ പറയുക, ഭയങ്കര എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. കുറുമ്പൊന്നുമില്ല, അവൻ ഇങ്ങനെ ഓടി നടന്ന് കളിച്ച് ചിരിച്ച് നടക്കണം. പിന്നെ ആക്ച്വലി തലേ ദിവസം നമ്മൾ പൂളിലൊക്കെ ഇറങ്ങിയില്ല കേട്ടോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഫോണൊക്കെ റൂമിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മളിങ്ങനെ മോൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യായിരുന്നു. പിന്നെ ലച്ചുവിന് പൂളിൽ ഇറങ്ങേണ്ട ഭയങ്കര ത്രില്ലാണ്. സോ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. പിന്നെ നമ്മൾ പോയി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എണീക്കാനൊക്കെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇവരുടേത്. നല്ല എക്സ്പ്ലോർ ചെയ്യേണ്ട ഏരിയ ആണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് മഴയുടെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ദെൻ നമ്മൾ വേഗം തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളടുത്തുള്ള വേറെ റീസെൻറ്റ് ഏരിയയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ബാണാസുര ഡാം കാണാൻ വേണ്ടി പോവാണ്. ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, സ്കൂൾ ടൂറിനൊക്കെ സമയത്ത്. അപ്പോൾ ഫാമിലി അമ്മ പോയിട്ടുണ്ട്, അച്ഛൻ ഇതുവരെ പോയിട്ടില്ല, ചേട്ടനും ഇതുവരെ പോയിട്ടില്ല. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമല്ലോ വിചാരിച്ചു. എന്തൊരു വ്യൂ നോക്കൂ, അടിപൊളിയല്ലേ. ഇത് ആക്ച്വലി ട്രക്കിംഗ് ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മളുടെ റിസോർട്ട്. പിന്നെ നമ്മൾ കുറേ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ കുറേ ഇങ്ങനെ
ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മളുടെ ഈ ബാണാസുര ഡാമിലേക്ക് പോകേണ്ട റൂട്ടുള്ളത്. ഞാൻ കുറേ പോസൊക്കെ ചെയ്തു. ഫോട്ടോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല, കാരണം ഞാൻ കുറേ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബിക്കോസ് എനിക്ക് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഫോണിൽ ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും എൻ്റെ ക്ലോസ് വൺസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ 2 ദിവസത്തെ ഒരു സ്റ്റേക്കേഷൻ. സോ അതുകൊണ്ട് അങ്ങനെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് യൂട്യൂബിൽ നിങ്ങൾക്ക് മുമ്പിൽ കുറച്ച് വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യാം, കാണിക്കാം. എൻ്റെ ഒരു ഇതേപോലെ വലിയൊരു വ്ളോഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഞങ്ങൾ ആക്ച്വലി നന്നായിട്ട് അച്ഛനും അമ്മയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് വേണേൽ പറയാം. കാരണം അവർ ഇങ്ങനെ പണ്ടൊക്കെ അവർ പോയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ നമ്മളുടെ കൂടെ കാറിൽ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് അവർ ഫസ്റ്റ് ടൈമാണ്. അച്ഛനും അമ്മയ്ക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് എന്തോ നല്ല രീതിയിൽ അങ്ങനെ എപ്പോഴും പോകാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ബാണാസുര ഡാമിൽ വരുന്ന ഒരു ഏരിയ. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് അത്യാവശ്യം വലിയ ഡാം തന്നെയാണ് ബാണാസുര ഡാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11 ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നല്ല ഹോട്ടായിരുന്നു ക്ലൈമറ്റ്. പിന്നെ നമുക്ക് അവിടുന്ന് താഴെ നിന്ന് ഡാം വ്യൂവിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കണം, ഒരു 1 കിലോമീറ്റർ കുറച്ച് വെയിലത്ത് നടക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ വെഹിക്കിൾ ഓൾറെഡി നമ്മൾ പേ ചെയ്യണം. അപ്പ് ആൻഡ് ഡൗൺ ഐ തിങ്ക് 25 ആണ് ഒരാൾക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നത് വേർത്താണ്, കാരണം ഈ മൊട്ട വെയിലിൽ നടക്കുന്നതിനേക്കാൾ നല്ലത് ആ വണ്ടിയിൽ വരുന്നത് തന്നെയാണ്. കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് കഴിഞ്ഞ് ചേട്ടനതാ ചേച്ചീനെ ഊഞ്ഞാലൊക്കെ അടിച്ചു കൊടുത്തു. ചേട്ടൻ കുറച്ച് ടെററാണ് കേട്ടോ. ടെറർ ഇൻ ദ സെൻസ് നമ്മൾ പേടിപ്പിക്കും. ചേച്ചീനെ ആണെങ്കിൽ അതെ, എന്നെ ആണെങ്കിൽ അതെ. പക്ഷെ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളൊക്കെ ചില്ലാണ് നിഖിലേട്ടൻ. അത് കഴിഞ്ഞിട്ട് എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഗുരുതരമാണ്. പിന്നെ അച്ഛനതാ ചേട്ടനെ ഊഞ്ഞാലാട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനതാ നിഖിലേട്ടൻ അച്ഛനെ ഊഞ്ഞാലാട്ടാണ്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ എല്ലാ ഫാമിലീസ് എല്ലാവരും ഉണ്ടാവും, അതും രസമാണ്. പക്ഷെ എന്നാലും എൻ്റെ അച്ഛനമ്മ ചേച്ചിയുടെ ഫാമിലി, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്. അപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രഷ്യസ് ആണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമാണ്. അവർക്ക് വേറെ റൂട്ടാണ്. ആക്ച്വലി അവർക്ക് ബാണാസുര ഡാമിൽ നിന്ന് വേറെ റൂട്ടിലേക്ക്, കണ്ണൂരേക്ക് വേറെ റൂട്ടാണ് എളുപ്പ വഴി. അവർക്ക് കാലിക്കറ്റ് വന്ന് പോകുന്നതിനേക്കാളും അവർക്ക് മൈസൂർ റൂട്ട് പോകുന്നതാണ്. അപ്പം നമുക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം നമ്മൾ റിസോർട്ട് ടൈമിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ട്രാവലിങ് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സങ്കടമുണ്ട്. എസ്പെഷ്യലി മക്കളെല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാറ് കയറി ഞങ്ങൾ കോഴിക്കോടേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അമ്മയ്ക്കാണ് ഭയങ്കര, കാരണം അമ്മയാണ് കൂടുതലും മോനെ നോക്കുന്നത് ഒക്കെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്കാണ് ഭയങ്കര വിഷമം. സോ നമ്മൾ ഓൾമോസ്റ്റ് ഇരുടായിട്ടുണ്ടായിരുന്നു. ചുരം ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ് കോടയായിരുന്നു. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യാനൊക്കെ. പക്ഷേ പോയതിനേക്കാളും ടൈം എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. സോ ഐ തിങ്ക് ഓൾ ഹാവ് എൻജോയ്ഡ് മൈ വീഡിയോ. കീപ് സപ്പോർട്ടിങ്.